മഅ്മൂം എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത് എന്നാണ്. അല്ലേ? ഫാത്തിഹ പലരും പല സമയത്താണ് ഓതുന്നത്. ചിലർ ഇമാം ഓതുമ്പോൾ തന്നെ ഓതും. ചില ആൾക്കാർ വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ പറഞ്ഞിട്ടേ മഅ്മൂമിങ്ങൾ ഫാത്തിഹ തുടങ്ങാറുള്ളൂ, അങ്ങനെ മാത്രമേ പാടുള്ളൂ എന്നും പറയാറുണ്ട്. എന്താണ് ഇതിന്റെ വസ്തുത? എപ്പോഴാണ് മഅ്മൂം ഫാത്തിഹ ഓതേണ്ടത്? ശാഫിഈ മദ്ഹബിൽ തന്നെ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായമാണ്. വഖദ് ഇഖ്തലഫത്തി ശാഫിഈയ്യ ഫീ ഖിറാഅത്തിൽ ഫാത്തിഹ. ഫാത്തിഹ മഅ്മൂം എപ്പോഴാണ് ഓതേണ്ടത് എന്ന വിഷയത്തിൽ ശാഫിയാക്കളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഇമാം ഇങ്ങനെ എപ്പോഴെങ്കിലും ഇമാം ഒത്തിരി നേരം മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയം ചൂഷണം ചെയ്തിട്ട് നമ്മൾ ഫാത്തിഹ ഓതണം എന്നാണ്. വേറൊരു വിഭാഗം പറയുന്നത് ഇമാം ഓതുന്നതിന്റെ കൂടെ തന്നെ ഓതണം എന്നാണ്. വേറെ ചിലർ പറയുന്നത് ഇമാം കഴിഞ്ഞതിന് ശേഷമേ പാടുള്ളൂ എന്നാണ്. എന്നിട്ട് ഇത് വിശദീകരിച്ചിട്ട് ഇമാം ഷൗക്കാനി നേരിലുള്ള ഉത്താറിൽ വിശദീകരിക്കാണ്, ഇവിടെ ഈ പറയുന്നതിനൊന്നും തെളിവില്ല, എല്ലാം ശരിയാണ്. ഇമാമിന്റെ ഒപ്പം വേണമെങ്കിൽ സൗകര്യം പോലെ അങ്ങനെ ഓതാം, ഇമാമിന്റെ ഓത്ത് കഴിഞ്ഞിട്ട് ഇമാം സൂറത്ത് ഓതുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഓതാം. എന്നിട്ട് അദ്ദേഹം ഒരു ചർച്ച അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 2 കാരണങ്ങളാൽ ഇമാമിന്റെ കൂടെ തന്നെ ഓതലാണ് നല്ലത്. സൂക്ഷ്മതയ്ക്ക് നല്ലത് മഅ്മൂമീങ്ങൾ ഇമാമിന്റെ കൂടെ തന്നെ ഫാത്തിഹ ഓതലാണ്. എന്താ അതുകൊണ്ടുള്ള കാര്യം? ഒന്നാമതായി, നമ്മൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് വജ്ഹത്ത് കഴിഞ്ഞ് പിന്നെ അഊദ് ചൊല്ലുമല്ലോ. ഈ നമ്മൾ ഫാത്തിഹ നീട്ടി വെക്കുകയാണെങ്കിൽ അഊദ് ഓതാ പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ വജ്ഹത്ത് കഴിഞ്ഞ ഉടനെ അഊദ് ചൊല്ലലാണല്ലോ സുന്നത്ത്. ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇമാമിനോടൊപ്പം തന്നെ ഫാത്തിഹ ഓതുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അഊദ് ചൊല്ലാൻ പറ്റും. ഒരു കാരണം അത്. രണ്ടാമത്തെ ന്യായം, ആമീൻ എന്നുള്ളത് നമ്മൾ 2 എണ്ണം പറയേണ്ടി വരും. എപ്പോ? നമ്മൾ ഒറ്റത് വേറെ ഓതുകയാണെങ്കിൽ. അപ്പൊ ഇമാമിനോടൊപ്പം തന്നെ നമ്മൾ ഓതുകയാണെങ്കിൽ ഇമാമിന്റെ കൂടെ അങ്ങനെ സാവകാശ ഓതി ഇങ്ങനെ ചിന്തിച്ചോതി ഇമാം വലദ്ദാലീൻ എന്നറിയാൽ നമ്മളെ വലദ്ദാലീനും ഒപ്പം വരുമ്പോ ഇമാമും ആമീൻ പറയേണ്ട സന്ദർഭമാണ്, നമ്മളും ആമീൻ പറയേണ്ട സന്ദർഭമാണ്. അപ്പൊ 2 ആമീൻ പറയാതെ കഴിയും, ഒറ്റ ആമീനിൽ തന്നെ 2 വൃത്തിയാകും. അപ്പൊ ഈ 2 ന്യായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മഅ്മൂമീങ്ങൾ ഇമാമിന്റെ കൂടെ തന്നെ ഓതുന്നതാണ് നല്ലത്. ഇനി ഒരാൾക്ക് കൂടെ ഓതാൻ പറ്റിയില്ലെങ്കിൽ ശേഷം ഓടുന്നതുകൊണ്ട് തകരാറുണ്ടോ? തകരാറില്ല. പക്ഷെ ഇമാമിന്റെ കൂടെ ഓതിക്കൂടാ, അങ്ങനെ ഓതിയ നിസ്കാരം ബാത്തിലാകുന്നുള്ള അഭിപ്രായം തീവ്രവാദമാകുന്നു. അത് ശരിയല്ല. കൂടെയും ഓതാം, ശേഷവും ഓതാം. കൂടെ ഓതുന്നതാണ് കൂടുതൽ സൂക്ഷ്മത. എന്തിന്റെ പേരിൽ? നേരത്തെ പറഞ്ഞ ഈ 2 കാരണങ്ങളാണ്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഫാത്തിഹ എങ്ങനെയാണ് ഓതേണ്ടത്? നേരത്തെ ഒരു സ്നേഹിതൻ ചോദിച്ചല്ലോ, ഇങ്ങനെ ഒരാൾക്ക് വജ്ഹത്ത് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? വജ്ഹത്ത് വജ്ഹിയിലെല്ലാം ചെല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ കഴിഞ്ഞില്ല ഫർദ് നിസ്കാരത്തിന് വല്ല തകരാറുണ്ടോ? ഒരു തകരാറില്ല. കാരണം ഫാത്തിഹയാണ് നിർബന്ധം. വജ്ഹത്തു അതേപോലെയുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ സുന്നത്താണ്. ഒരാൾ നിസ്കരിക്കാണെന്നു മാത്രമല്ല, നമ്മൾ ഫർദ് നഷ്ടപ്പെടുന്നു വേണ്ട, ഈ സുന്നത്തൊക്കെ ഒഴിവാക്കും വേണം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മൾ ഇമാമിനോടൊപ്പം തുടർന്നു ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പൊ നമ്മൾ ആദ്യം മുതൽക്ക് ഇനിയിപ്പോ അങ്ങനെ കാര്യമായിട്ട് വജ്ഹത്തു ചൊല്ലി ആവൂതു നേരത്തെ തന്നെ നമുക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ വജ്ഹത്തു ചൊല്ലാൻ എന്നാ ഫാത്തിഹ എനിക്ക് നഷ്ടപ്പെടുന്നു നമുക്കൊരു ഏകദേശ ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വജ്ഹത്തുവിന് സമയം കളയരുത്. കാരണം ഒരൊറ്റ ഇമാമിയങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമല്ല. വജ്ഹത്തു പോലെയുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ നിസ്കാരത്തിൽ സുന്നത്തേ ഉള്ളൂ എന്നുള്ളിൽ ആർക്കും തർക്കമല്ല. ഫാത്തിഹയുടെ കാര്യത്തിൽ നിർബന്ധമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായ കാര്യം അവിടെ ബാക്കിയിട്ടിട്ട് നമ്മൾ സമയമില്ലാതെ ഇരുമ്പോ സമയം കളയരുത്. സമയമുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെല്ലേണ്ടത്, ഇല്ലെങ്കിൽ ഫാത്തിഹക്കാണ് പ്രാധാന്യം. അപ്പൊ ഒരാള് നിസ്കാരത്തിൽ ഇപ്പൊ മനഃപൂർവ്വം തന്നെയാണ് വജ്ഹത്തു അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന ഒഴിവാക്കി നേരിട്ടാണ് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാലും അവന്റെ നിസ്കാരത്തെ അത് ബാധിക്കുകയില്ല. ഒരു സുന്നത്ത് അവന് നഷ്ടപ്പെട്ടു എന്നേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.